അപ്പോൾ സുകുമാരൻ നായർക്ക് വിരുദ്ധരായ ആളുകളെ ഒന്നും യൂണിയനുകളിൽ നിന്ന് കൊണ്ടുപോകില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏറാൻമൂളികളായിട്ടുള്ള 300 പേരാണ് അവിടെയുള്ളത്. ആ 300 പേരിൽ 95% എന്ന് പറഞ്ഞാൽ 285 പേരും കോൺഗ്രസ്സുകാരാണ്. കാരണം താലൂക്ക് യൂണിയനിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള മുഴുവൻ പ്രതിനിധികളും കോൺഗ്രസ് അനുഭാവികളോ കോൺഗ്രസ് നേതാക്കളോ ആണ്. അപ്പൊ അവർ വിചാരിച്ചാൽ ഇന്ന് സുകുമാരൻ നായർ പുറത്തു പോകും. ഈ KPCC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിക് നെഹ്റുവിയൻ കോൺഗ്രസിനെതിരെ സുകുമാരൻ നായർ എന്ന് പറയുന്ന മുൻകാല കോൺഗ്രസ്സുകാരൻ ഒരു നിലപാട് എടുത്തിട്ടുണ്ട് എങ്കിൽ, ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആള് കോൺഗ്രസിന്റെ ലേബലിൽ അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. അത് പുറത്താക്കാൻ ഈ പറഞ്ഞ 300 അംഗ പ്രതിനിധി സഭകളിലെ മഹാഭൂരിപക്ഷമുള്ള കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ അയാളെ പുറത്താക്കാവുന്നതാണ്. നാളെ പുറത്താക്കാം. അടിയന്തരമായി പ്രതിനിധി സഭ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് വോട്ടിനിട്ട് പുറത്താക്കാവുന്ന ഈ അവസ്ഥയിൽ ഈ നായർ സമുദായ അന്തകനെ വീണ്ടും കോൺഗ്രസ് ചുമക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.